എല്ലാവർക്കും ഇൻഫോടെക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു DIY ആണ്, ഡു ഇറ്റ് യുവർ സെൽഫ്. അതായത് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി സാധനം ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഹാൻഡിലാണ്. അതായത് ബാറ്ററിയുടെയോ കറണ്ടിൻ്റെയോ സഹായം ഇല്ലാതെ നമുക്ക് ഒരു വസ്തുവിൽ ഇപ്പോൾ മരത്തിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിലോ അല്ലെങ്കിൽ കോൺക്രീറ്റിലോ ഹോൾ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു ചെറിയ മെഷീൻ. ഈ കണ്ട ഹാൻഡിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്താണെങ്കിലോ ആക്രി കടയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന, അതായത് ഉപയോഗശൂന്യമായിട്ട് എറിഞ്ഞ് കളയുന്ന പഴയ ഉപയോഗശൂന്യമായ ഒരു ഗ്രൈൻഡിങ് മെഷീനിൽ നിന്നാണ് നമ്മളൊരു ഹാൻഡിൽ ഉണ്ടാക്കിയത്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയത് കാണണ്ടേ? അപ്പോൾ നേരെ നമ്മളുടെ പണിപ്പുരയിലേക്ക് വിട്ടാലാ. ഇന്ന് പണിപ്പുരയിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു സ്ക്രാപ്പ് ഷോപ്പിൽ വന്നേക്കാണ്. അപ്പോൾ കാലത്തിന് സർക്കിട്ട് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടായ ഗ്രൈൻഡറും അതുപോലെ തന്നെ ഡ്രില്ലറും കട്ടറൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു ഗ്രൈൻഡറും അതുപോലെ തന്നെ പഴയ വർക്ക് ചെയ്യാത്ത നമ്മളെ ഡ്രില്ലിംഗ് മെഷീനും നമുക്ക് ആവശ്യമുണ്ട്. അത് നമ്മൾ തപ്പിയെടുത്തേക്കാണ്. അങ്ങനെ തപ്പിയെടുത്തതിന് ശേഷം നമ്മൾ തൂക്കം നോക്കി അതിന് വില കൊടുക്കണം. അപ്പോൾ നമ്മളെടുത്ത രണ്ട് ഐറ്റത്തിനും കൂടി 100 രൂപയാണ് ആയേ. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ ആക്രി കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമ്മളുടെ ഗ്രൈൻഡിങ് മെഷീനും അതുപോലെ തന്നെ കേടായിട്ടുള്ള ഡ്രിൽ മെഷീനും വെച്ചിട്ടുള്ള മാനുവൽ ഡ്രിൽ മെഷീൻ ഉണ്ടാക്കുന്ന പരിപാടി നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന കേടായ ഗ്രൈൻഡിങ് മെഷീനിൽ നിന്ന് നമുക്ക് വേണ്ട പാർട്ടുകൾ നമുക്ക് അഴിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഗ്രൈൻഡിങ് മെഷീൻ്റെ ഈ കാണുന്ന ഹെഡ് നമുക്ക് ഊരിയെടുക്കാം. അപ്പോൾ നിലയിൽ സ്ക്രൂ ഡ്രൈവർ, അതല്ലെങ്കിൽ നമുക്കിങ്ങനെ ടൈറ്റർ യൂസ് ചെയ്തിട്ട് ഇത് ഊരിയെടുക്കാട്ടോ. അപ്പോൾ മുൻവശത്തെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ടൈറ്റർ അവിടെ കയറുന്നില്ല. അപ്പോൾ നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ച് തന്നെ ഇത് അഴിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ ഇളക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഹെഡാണിത്. അപ്പോൾ ഇത് തിരിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് മണൽ എന്തോ പെട്ട പോലെ നമുക്ക് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൊട്ടേഷനെ അത് ബാധിക്കും, നമുക്ക് ആ സ്മൂത്ത് ആയിട്ടുള്ളൊരു റൊട്ടേഷൻ കിട്ടില്ല. അപ്പോൾ നമ്മളിത് ഈ ഹെഡിൻ്റെ ഈ ഒരു പോർഷൻ നമ്മൾ അഴിക്കുകയാണ്. അങ്ങനെ ഏകദേശം ഒരു 4 സ്ക്രൂ വെച്ചാണ് ഇത് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അഴിച്ച് 2 തട്ടൊക്കെ തട്ടി കഴിഞ്ഞപ്പോൾ നമുക്കിത് അഴിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഗ്രീസിൽ കുറച്ച് മണൽ കാര്യങ്ങളൊക്കെ പറ്റിയിരിക്കുന്നുണ്ട്. അതാണ് റൊട്ടേഷന് ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ അത് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് കോട്ടൺ വേസ്റ്റിലേക്ക് കുറച്ച് ടർപ്പൈൻ്റെയൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ പഴയ ഗ്രീസിനെ മൊത്തത്തിൽ ഇവിടെ നിന്ന് ഇളക്കി മാറ്റാം കേട്ടോ. അപ്പോൾ ചെറിയൊരു ബഡ്സൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പഴയ ഗ്രീസ്, അതിലും മണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ആക്രിക്കടയിൽ വരുന്ന സാധനങ്ങളൊക്കെ പുറത്ത് മുമ്പ് മഴയത്തും ചെളിയിലൊക്കെ കിടന്നതായിരിക്കും. അപ്പോൾ ചില സമയത്ത് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഗിയർ സിസ്റ്റത്തിനെ നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കി നല്ല അടിപൊളിയായിട്ട് ആ ഒരു റൊട്ടേഷൻ കിട്ടുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രീസ് കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ തന്നെ ടൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ വെച്ചിട്ട് പഴയതുപോലെ തന്നെ ആ 4 സ്ക്രൂവും ഇട്ട് നമ്മളിത് ടൈറ്റ് കൊടുത്ത് കൊടുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഗ്രീസ് ഇട്ട് സെറ്റാക്കി എടുത്തു കഴിഞ്ഞപ്പോൾ നോക്കിയാൽ നമുക്ക് വേണ്ട പാർട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇപ്പോൾ കറങ്ങുന്നുണ്ട്. ഇവനെ നമുക്കൊന്ന് പോളിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയൊരു ഭംഗി കൂട്ടലിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പോളിഷിങ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഹെഡിൻ്റെ കാസ്റ്റേൺ വരുന്ന ഭാഗമാണ്. അപ്പോൾ ചെറുതായിട്ട് അവിടെ ഒരു കൊറോഷനും റസ്റ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഗ്രൈൻഡർ വെച്ചിട്ട് ഒന്ന് മൊത്തത്തിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ആക്രിക്കടയിൽ നിന്ന് കിട്ടിയ ഈ ഒരു ഡ്രിൽ മെഷീൻ്റെ ചക്ക് ഊരിയെടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ചക്കൂരാനായിട്ട് നമ്മൾ സ്പാനർ എടുത്ത് അതിൻ്റെ കഴുത്തുമ്മ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു കീ ഇടുന്ന പോർഷനിൽ ഒരു സ്ക്രൂ കയറ്റി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഊരാം. അപ്പോൾ ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അത്യാവശ്യം തുരുമ്പൊക്കെ പിടിച്ചിരിക്കുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മളുടെ ഗ്രൈൻഡർ വെച്ച് തന്നെ ഇത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന മുതലിന് ഇച്ചിരിക്കോളം വൃത്തിയിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സംഭവം നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതൊന്നും നമുക്ക് എന്താ പറയുക, നിർബന്ധമല്ല. നമുക്ക് വർക്ക് ചെയ്താൽ മതി, ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഗ്രൈൻഡിങ് മെഷീനിൽ നിന്ന് നമ്മളെടുത്ത ഈ ഒരു പാർട്ടിൻ്റെ ഈ കാണുന്ന അറ്റത്തിലേക്ക് കണ്ടോ, ഈ ഒരു ഭാഗത്തേക്ക് നമ്മളുടെ ഡ്രില്ലിംഗ് മെഷീൻ്റെ ചക്ക് നമ്മളിവിടെ വെച്ചിട്ട് ഇത് വെൽഡ് ചെയ്ത് കണക്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ അലൈൻമെൻറ്റൊക്കെ നോക്കി കറക്റ്റായിട്ട് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ഇത് വെച്ചിട്ട് വെൽഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ആ ഒരു ഷാഫ്റ്റ് ബെൻഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ റാഡ് പതിയെ മുട്ടിച്ച് നമ്മൾ മൊത്തത്തിൽ, അതായത് റൗണ്ട് എത്തിച്ച് അങ്ങോട്ട് വെൽഡ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ആ ഒരു പ്ലാഗ് നിൽക്കുന്നതൊക്കെ നമുക്ക് അടിച്ച് ക്ലീൻ ആക്കി എടുക്കുക. ഇനി ഒന്ന് നമ്മുടെ ആ ഗ്രീസും അതുപോലെ ഓയിലൊക്കെ ഉള്ള തുടച്ച് കളയുക. അങ്ങനെ നമ്മളുടെ ചക്ക് നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പിടിക്കാനുള്ള ഒരു ഹാൻഡിൽ, അതായത് നമ്മുടെ ഡ്രിൽ മെഷീൻ നമുക്ക് പിടിക്കാനുള്ള ഒരു ഹാൻഡിലും അതുപോലെ തന്നെ നമുക്കിത് തിരിക്കാനായിട്ട് ഇവിടെ തിരിച്ച് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാനുള്ളൊരു എന്താ പറയുക, ഒരു പിടിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ കൂടി നമുക്ക് ഇതിൽ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനത്തെ ഹാൻഡിലിൻ്റെ പണി തുടങ്ങുകയാണ്. ചെറിയൊരു പട്ട എടുത്തിട്ട് നമ്മൾ 2 പീസ് കട്ട് ചെയ്തെടുക്കുകയാണേ. അങ്ങനെ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ എഡ്ജുകളൊക്കെ ഒന്ന് സ്മൂത്ത് ചെയ്തെടുക്കണം നമുക്ക്. ഇനി ഇതിൽ 2 ഹോള്, അതായത് 2 പട്ടയിലും ഓരോ ഹോൾ വെച്ച് നമ്മൾ ഇട്ട് കൊടുത്തേക്കാണ്.
കൈയുടെ പിടിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ട്യൂബിൻ്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് ഇങ്ങനെ വെച്ച് വെൽഡ് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 സൈഡിലായിട്ടും പട്ടകൾ വെച്ച് ഇനി വെൽഡ് ചെയ്തെടുക്കാം. അങ്ങനത്തെ വെൽഡിങ് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് അടിച്ച് ബെൻഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മളുടെ ആ ഒരു ഗ്രൈൻഡിങ് മെഷീനിൻ്റെ ഹെഡിലേക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഗ്രൈൻഡിങ് മെഷീനിൽ ഇതുപോലത്തെ നട്ട് ഇടാനുള്ള ഹോൾ ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇടാനുള്ള ബോൾട്ട് തപ്പിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്ഷനിൽ ഇഷ്ടംപോലെ സാധനമുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള 2 തപ്പിയെടുക്കാം. കണ്ട നമുക്കിത് ഇത് ഭയങ്കര നീളമായി പോകും, പക്ഷേ ഇത് കറക്റ്റ് നീളമായിരിക്കുള്ളൂ. അങ്ങനെ എടുത്തു വെച്ച ബോൾട്ട് നേരെ നമ്മുടെ ഹാൻഡിലേക്കും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു ഹെഡിലേക്കുമായിട്ട് നമ്മൾ വെച്ചിട്ട് 2 ബോൾട്ടുകളും ഇട്ട് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അലൈൻമെന്റ് ഇവിടെ വെച്ച് നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് വേണോട്ട് അടിക്കാൻ. അപ്പോൾ നമ്മുടെ ഡ്രില്ലിനുള്ള ഹാൻഡിൽ നമ്മൾ പിടിപ്പിച്ചു. ഇത് അത്യാവശ്യം നല്ല ടൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കറക്കാനായിട്ടുള്ള, അതായത് നമ്മുടെ ഡ്രില്ല് ഇവിടെ ഇങ്ങനെ കറക്കാനായിട്ടുള്ള ഒരു ഹാൻഡിൽ നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മളുടെ കണ്ടോ ഈ ഗ്രൈൻഡിങ് വീലിൻ്റെ ടൈറ്റ് ചെയ്യുന്ന ആ ഒരു നട്ടില്ലേ, ഇത് നമ്മൾ ഊരിയിട്ട് ഇതും വീണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 10ൻ്റെ കമ്പി അങ്ങോട്ട് എടുക്കുക. നേരെ നമ്മുടെ നട്ടുമേക്ക് അത് വെച്ചിട്ട് അങ്ങോട്ട് വെൽഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വട്ടം എത്തിച്ച് നല്ല ബലത്തിൽ തന്നെ അത് വെൽഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഏകദേശം ഒരു 1/2 ഇഞ്ച് നീളത്തിൽ നമ്മുടെ ആ ഒരു കമ്പി ഇത് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഹെഡ് മാത്രമായിട്ട് മുറിഞ്ഞു വരും. അതിലേക്ക് നമ്മളുടെ കമ്പി ഒരു 90 ഡിഗ്രി അങ്ങോട്ട് വെച്ച് നേരെ വെൽഡ് ചെയ്യുക. അതിനുശേഷം അത് മുറിച്ച് നമുക്ക് ഹാൻഡിലാക്കുന്ന ആ ഒരു ഡിസൈനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാട്ടോ. അങ്ങനത്തെ നമ്മുടെ ഹാൻഡിൽ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നേരെ ഈ ഒരു ഷാഫ്റ്റ് ഉമ്മേക്ക് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ വെക്കുന്ന പോലെ വെച്ചത് ഇത് ചുറ്റി അറ്റെത്തി ടൈറ്റ് ആയി കഴിഞ്ഞാൽ സംഭവം ഓക്കെ. കണ്ട ഇപ്പോൾ ഈ ഹാൻഡിൽ തിരിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു ചക്ക് കണ്ട കിടന്ന് തിരിയുന്ന കാണാൻ പറ്റും. നമ്മൾ തിരിക്കുന്നതിൻ്റെ ഏകദേശം ഒരു 3 ഇരട്ടി സ്പീഡിലാണ് അടിയിൽ കറങ്ങുന്നത്. കണ്ടോ നമ്മൾ ഒരു റൗണ്ട് തിരിക്കുമ്പോഴേക്കും അവിടെ ഏകദേശം ഒരു 3 റൊട്ടേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ നമ്മുടെ ഹാൻഡിലിൻ്റെ പണി ഏകദേശം ഒരു 99.9% കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി 0.1% എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഇതിൽ തോളിട്ടുണ്ടെങ്കിൽ ഇനി ഡ്രിൽ ബിറ്റ് സെറ്റ് ചെയ്യണം. അതിനുള്ള പണി നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഡ്രിൽ സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ കയ്യിൽ ഉള്ളത് ഏകദേശം ഒരു മീഡിയം ലെവലാണ്. ഇത് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇച്ചിരി പഴയതാട്ടാ, തുരുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇട്ടിട്ട് നേരെ നമ്മുടെ കീ വെച്ച് ചക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണേ. അങ്ങനെ വച്ചാൽ നമ്മുടെ ഹാൻഡിലിൻ്റെ പണി ഏകദേശം 100% കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് നമ്മളുടെ കേടായ ഗ്രൈൻഡിങ് മെഷീനിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മളുടെ ഹാൻഡിൽ. അപ്പോൾ സംഭവം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ഇതിൻ്റെ പെർഫോമൻസ് കാണണ്ടേ, സംഭവം വർക്ക് ചെയ്ത് അറിയണ്ടേ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മരത്തിൻ്റെ ഒരു പലക കഷ്ണം എടുത്തിരിക്കുന്നത്, ഫ്ലൈവുഡ് ഒന്നുമല്ല, മരം തന്നെയാണ്. അപ്പോൾ മരത്തിൻ്റെ പീസ് നമ്മളിട്ടിട്ട് നമ്മളുടെ ഒരു ഡ്രില്ല് വെച്ച് തുളയ്ക്കാൻ പറ്റുമോ നോക്കുകയാണേ. അപ്പോൾ നമ്മൾ സംഭവം വെച്ചിട്ട് ഓക്കെ മക്കളെ സംഭവം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ടെസ്റ്റ് ആണ് കേട്ടോ. ആദ്യത്തെ തുള നമ്മൾ ഇട്ടേക്കാണ്. ഈ തുള വഴി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറം കാണാം, അതായത് നമുക്കിതൊന്ന് ഹോളിടാൻ പറ്റുന്നുണ്ട്. ഇനി മരത്തിൻ്റെ തടിയാണേ, ഇതുമ്മ നമുക്ക് ഹോളിടാൻ പറ്റും നോക്കാം. ആയി അമ്പോ ആണോ, വളരെ നന്നായി. തുമ്മ് ഓക്കെ, സംഭവം നല്ല അടിപൊളിയായിട്ട് തോളിടാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ മുതല് സംഭവം വേറെ മൂട് സാധനമാണ്. നമുക്ക് തുളയ്ക്കലൊക്കെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇട്ടാ. നോക്കി വെക്കുന്നു, 2 കറക്കുന്നു, കണ്ടാ നല്ല കല്ലമ്പൊളിയാണ്. തുളഞ്ഞുള്ളിലേക്ക് പോകണം, നോക്കിയേ എന്ത് മുതലാന്ന് നോക്കിയത്. ഓ എൻ്റെ പൊന്നു നോക്കിയേ എന്ത് സിമ്പിളായിട്ടാണ് ഹോളായി പോണേ നോക്കിയതുകൊണ്ട്. കണ്ടാ സംഭവം പൊളിയിട്ടാ. നമ്മളുടെ ഈ ഒരു ഹാൻഡ് ഡ്രിൽ മെഷീൻ നമ്മൾ കറക്കുമ്പോൾ ചെറിയൊരു സൗണ്ട് വരുന്നത് കണ്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അതായത് ഹാൻഡ് ഗ്രിപ്പിൽ ഒരു ചെറിയ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അതിനിടയിൽ ഇത്തിരിക്കോളം ഗ്രീസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സൗണ്ട് കൂടി മാറും. സംഭവം പക്ഷേ പെർഫോമൻസ് ഒരു രക്ഷയില്ല. എന്ത് രസമായിട്ടാണ് നോക്കിയാൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ മുതൽ. മുള മാത്രമല്ല, അത്യാവശ്യം കട്ടിയുള്ള മരം ഇനി തുളയ്ക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മരത്തിൻ്റെ പീസ് കൂടെ വെച്ചിട്ട് നമ്മളിത് നമ്മുടെ ഡ്രില്ല് വെച്ച് ഹോൾ ചെയ്യാൻ പോവാണേ. നോക്കി ഓ
ഇനി അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ടേബിളിലേക്ക് തുള വീഴൂട്ടാ. എന്നാലും നമ്മൾ ഹോളാക്കി നോക്കാൻ പോവാണ്. സംഭവം നമ്മൾ ഹോളാക്കിയിട്ട് ഇപ്പുറത്തേക്ക് വന്നുട്ടാ ബിറ്റ് നോക്കി കയറി ഇപ്പുറം വരെ വന്നു. ഇത്രയും കട്ടിയുള്ള മരത്തിലിട്ടാ. അപ്പൊ മച്ചാന്മാരെ നമ്മുടെ ഹാൻഡിൽ നല്ല അടിപൊളിയായിട്ട് പണിയെടുക്കേണ്ടത് നമുക്ക് ഹോളൊക്കെ ഇടാനായിട്ട് നല്ല എളുപ്പത്തിൽ പറ്റുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ഉപയോഗശൂന്യം എന്ന് കരുതി കളയുന്ന പല സാധനങ്ങളും നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളായിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങൾ കളയുന്നതിന് മുമ്പായിട്ട് എങ്ങനെ അതിനെ നമുക്ക് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്ന് ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൽ നമുക്ക് പല പല ഐഡിയാസ് കിട്ടും. ഇത് കണ്ടോ, ഒരു ആക്രിക്കടയിൽ പോയി ഇനി വെറുതെ കത്തി അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകേണ്ട ഒരു വസ്തുവിന് നമ്മൾ ഒരു 50 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് നമ്മളിത് ഒരു ഹാൻഡ് ഡ്രില്ലാക്കി മാറ്റിയേക്കാണ്. അപ്പോൾ എന്തായാലും ഇത്തിരി കുഞ്ഞൻ എന്തായാലും ഇനി നമ്മുടെ പണിപ്പുരയിൽ ഉണ്ടാവും. കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ ഹോൾഡാനായിട്ട് എന്തായാലും നമ്മൾ ഇവനെ യൂസ് ചെയ്യൂട്ടാ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാൻ നേരമായിക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാർ ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് me, Gio Joseph, signing out.